നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം. നമ്മൾ വർക്കിന് പോകുമ്പോൾ ഉള്ള അല്ലെങ്കിൽ കോളേജിലുള്ളപ്പോൾ ഉള്ള ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണല്ലോ നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ നമുക്ക് ബസ്സുണ്ട് റോഡിൽ. അപ്പം അതുവരെ നമുക്ക് നടക്കണം. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇത്രയും ദിവസം മഴയായിരുന്നു കേട്ടോ. അത് നല്ല അതെ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വെറുതെ പറയട്ടെ. പിന്നെ അത് കഴിഞ്ഞ് പഞ്ച് ചെയ്തു. അത് കഴിഞ്ഞത് എൻ്റെ വിൻഡോയിൽ അവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോയിലൂടെ കണ്ടപ്പോൾ കാഴ്ച നല്ല രസമുണ്ടായി തോന്നി ഞാൻ വീഡിയോ എടുത്തു. ഇതെൻ്റെ സീറ്റാണ് കേട്ടോ. കുറേ അല്ലുകുലുത്ത് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എവിടെയും കുത്തിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സീറ്റ്, കുറേ പേപ്പർ ഇതൊക്കെ കാണും. പിന്നെ ഇത് നമ്മൾ മോഡൽ നമുക്ക് ആർക്കിടെക്ചറിലല്ലേ, അപ്പോൾ മോഡൽ നമുക്ക് അവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പണിപ്പുരയിലാണ് ഗൈസ് നമ്മൾ. ഇതെങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ ഇത് ശരിയാകുമോ നശിക്കുമോ ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ അടിയിൽ വരെ കയറി നമ്മൾ ആണി അടിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോരുത്. അത് കഴിഞ്ഞ് നമുക്ക് ടീ ബ്രേക്ക് ആയിട്ടോ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാൻ മറന്നു എടുക്കാൻ. എൻ്റെ ഫുഡ് കാണുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകും ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വിശ്രമ ജീവിതം എന്ന രീതിയിൽ ഞാൻ വന്നിരുന്നു കുറച്ച് നേരം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് നേരം ഇരുന്നുള്ള വർക്കാവാമെന്ന് ഞാൻ കരുതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കോളേജിൽ നമ്മുടെ കുട്ടികളല്ല, ഇത് അവിടെ നമുക്ക് സമ്മർ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ കുട്ടികളാണ്, 9th തൊട്ട് 12th വരെയുള്ള കുട്ടികൾ. ഇപ്പം ഹോളിഡേയ്സാണ് ശരിക്കും നമ്മുടെ പിള്ളേർക്ക്. അപ്പം ഇത് നമ്മൾ എക്സ്ട്രാ കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതല്ല, ഒരു ക്ലാസ്സിന് വന്നതാണ്. അതിനിടയിൽ ലഞ്ച് കഴിച്ചു കേട്ടോ. ആ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് നമ്മുടെ സമ്മർ പ്രോഗ്രാം തുടങ്ങി. സത്യം പറയാമല്ലോ, സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലൊരു പാട് എനിക്ക് സത്യമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായത് ഇപ്പോൾ. കാരണം ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, ഒരാളിരുന്ന് ഉറങ്ങും, ഒരാളിരുന്ന് ചിരിക്കും, ചിലർ എങ്ങോട്ടോ നോക്കിയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കുക വെച്ചാൽ. പിന്നെ നമ്മൾ അവർക്ക് ഓരോരോ ആക്ടിവിറ്റീസ് കൊടുക്കും. നമ്മൾ ഡിസൈൻ, പ്ലാനിങ്, ആർക്കിടെക്ചർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വരയും കുറിയൊക്കെ കാണുമെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ പിള്ളേരെ കൊണ്ട് പക്ഷെ നല്ല ഇൻട്രസ്റ്റോട് കുട്ടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം അവർക്ക് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവരിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. കൊള്ളാം മാം, എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്താ പറയുക, അവരെ കൊണ്ട് ആ സമയത്തിനുള്ളിലേക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഓടി നടന്ന് വേഗം 10 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റേ ഉള്ളൂ, നിങ്ങൾ വേഗം തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്മാർട്ട് പിള്ളേരായിരുന്നു കേട്ടോ. പക്ഷേ അവരുടെ ശ്രദ്ധ ആർജിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. പിള്ളേർ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി തന്നെ അവരുടെ കൈ വെച്ചൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്ക് തടസ്സമായിട്ടില്ല നമ്മളാർക്കും. അപ്പോൾ അതേ ഞാൻ വീട്ടിൽ പോകേണ്ട സമയം. Please do like, subscribe and share. Okay, bye guys.